بسم الله الرحمن الرحيم بسم الله الرحمن الرحيم عن أنس رضي الله عنه أنه قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. ഈ ഹദീസിനെ സംബന്ധിച്ച് വന്നാസ് അജ്മഈൻ ഉള്ള റിവായത്തും ഇല്ലാത്ത റിവായത്തും രണ്ട് റിവായത്തും നാം പറഞ്ഞു. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞ സ്നേഹം മഹാന്മാരായ മുഅ്മിനീങ്ങൾക്ക് എല്ലാവർക്കുമുണ്ട്. ഇതാണ് കാരണം മുഅ്മിനീങ്ങളുടെ മനസ്സ് അല്ലാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കലോട് കൂടെ അങ്ങനെയായി വരും. മഹാനായ ഇമാം ബുഖാരിയുടെ പ്രത്യേക ശാരിയായ ഇമാം സഫീരി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, നല്ല ശറാണ്. കുല്ലു മൻ ആമന ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനൻ സ്വഹീഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച എല്ലാവരും സ്വഹീഹായ നിലക്ക് നബി തങ്ങളെ വിശ്വസിച്ചു. ആത്മാർത്ഥമായി വിശ്വസിച്ചവർ, ഒറിജിനൽ മുസ്ലിമായവർ, അവരിൽപ്പെട്ട ഒരാളും ലം യഖ്ലു അൻ മഹബ്ബതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അവര് ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഒഴിവായവരാവൂല. എല്ലാവർക്കും ഈമാൻ ഉണ്ടാവും. ഗൈറ അന്നന്നാസ മുതഫാവിതൂന ഫീ തിൽക്കൽ മഹബ്ബ, പക്ഷേ ജനങ്ങൾ ആ മഹബ്ബത്തിൽ വ്യത്യസ്തരാണ്. ഇതിൻ്റെ മറ്റൊരു ഭാഷയിലാണ് ഇബ്നു ഹജർ തങ്ങൾ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്. അതിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഈ വായിക്കുന്നത്. മഹബ്ബത്തിൻ്റെ വിഷയത്തിൽ വ്യത്യസ്തരാണ് അവർ. ചിന്തിക്കുന്നതിന് നബി തങ്ങൾ ചെയ്തതായ അനുഗ്രഹവും ചെയ്യാൻ പോകുന്ന അനുഗ്രഹവും നബി തങ്ങൾ ഈ ലോകത്ത് എന്തെല്ലാം നമുക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചോ എന്നുള്ളതും ഓരോന്ന് ചിന്തിച്ച് നോക്കുമ്പം ആ മഹബ്ബത്ത് കൂടി കൂടി വരും. വ്യത്യസ്തരാണ് ചിന്തക്കനുസരിച്ച്. ഫമിൻഹും മൻ അഖദ മിൻഹാ ബിൽ ഹദ്ദിൽ ഔഫർ, അവരിൽപ്പെട്ടവരാണ് ആ മഹബ്ബത്തിൽ നിന്ന് പൂർണ്ണമായ നസീബ് പിടിച്ചവർ. കസ്സഹാബത്തി റളിയല്ലാഹു അൻഹും അജ്മഈൻ, സ്വഹാബത്തിനെ പോലെ. കാരണം എന്തുകൊണ്ട്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടിട്ടുണ്ട്, നബി തങ്ങളുടെ ദാത്തു ശരീഫിനെ കണ്ടിട്ടുണ്ട്, പല മുഅ്ജിസത്തുകളും അവർ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോരോ അഹ്വാലുകളും അവർ വേണ്ടുവോളം കണ്ണിറയെ കണ്ടവരായത് കൊണ്ട് തന്നെ അവർ ഹദ്ദുൻ ഔഫർ പിടിച്ചവരാണ്. ഫമഹബ്ബത്തുഹും ലഹു അഅ്ളമു മിൻ ഗൈരിഹിം, അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുന്നത് മറ്റുള്ളവരെക്കാൾ എത്രയോ വണ്ണമായതാകുന്നു. കാരണം നേരിട്ട് അനുഭവിച്ചുള്ള അറിവാണ് അവർക്കുള്ളത്. ومن الناس من يكون مستغرقا بالشهوات محجوبا بالغفلات عن ذكره ومحبته صلى الله عليه وسلم أوقاته. ജനങ്ങളിൽപ്പെട്ട മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു വിഭാഗമാണ് അവൻ്റെ സമയം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്തിനെ മനസ്സിലാക്കലിനെ തൊട്ട്, നബി തങ്ങളെ പറയലിനെ തൊട്ട് അശ്രദ്ധകളെ കൊണ്ടും അവൻ്റെ തോന്നിവാസങ്ങളിൽ, ദോഷങ്ങളിൽ, തെറ്റുകളിലും അല്ലെങ്കിൽ അവൻ്റെ ദുനിയായ പ്രശ്നങ്ങളിലും അവൻ മുഴുസമയം അതിൽ ലയിച്ചതിൻ്റെ പേരിൽ അവനക്ക് നബി തങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാൻ അവസരം ലഭിക്കാത്തവൻ. കാരണം അവൻ അങ്ങനത്തെ ഒരു വർഗത്തിൻ്റെ കൂടെയാണ് അവൻ പെട്ടുപോയത്. പക്ഷേ അവർക്ക് മഹബ്ബത്തുണ്ട് എന്നതിൻ്റെ തെളിവെന്താ? അവരുടെ മുമ്പിൽ റസൂലുള്ളാഹി പറയപ്പെട്ടാൽ, നബി തങ്ങളുടെ എന്തെങ്കിലും ഫളായില് പറയപ്പെട്ടാൽ നമുക്കെല്ലാം നേരിട്ട് അനുഭവിക്കുന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ അന്ന്, ഇന്ന് നബി തങ്ങളെ ജനിച്ച ദിവസമാണ്. ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നബി തങ്ങളെ സംബന്ധിച്ചൊന്ന് ഉത്ബോധനം നടത്തേണ്ടതുണ്ട്. നബി തങ്ങളെ മദ്ഹ് പറയേണ്ടതുണ്ട്. എല്ലാവരും വരിക എന്ന് ആ ജന്മദിനത്തിൻ്റെ മുനാസബ വെച്ചുകൊണ്ട് ജനങ്ങളെ ക്ഷണിച്ചാൽ ജനങ്ങൾ ഓടി വരും.
അവിടെ ആലിമീങ്ങളെക്കാളും നബി തങ്ങളെ പേര് കേട്ടാൽ കരയുന്നവരെക്കാളും അതിന് മുൻകൈയിലിട്ട് വരലാരാ? ഈ സാധാരണക്കാരാണ്. ആ സമയത്ത് അവർക്ക് വലിയ ആവേശമാണ്. ആ ഘട്ടത്തിൽ ഈ ഷഹവാത്തിൽ മുന്നമിക്കായ ആളുകൾ നബി തങ്ങളെ കാണണമെന്നുള്ള വല്ലാത്ത അനുഭൂതി അവർക്കുണ്ടാകും. നബി തങ്ങളെ പേര് പറഞ്ഞതിൻ്റെ നബിന്റെ ജന്മദിനം എന്ന് പറയുമ്പോൾ അവർക്ക് വല്ലാത്തൊരു ആവേശം വേടും. ആ സമയത്ത് റസൂലുള്ളാഹിനെ കാണലാണോ നിനക്ക് ഇഷ്ടം, ഈ ദുനിയാവ് ഒന്നായിട്ട് കിട്ടലാണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവൻ എനിക്ക് റസൂലുള്ളാഹിനെ കാണണം, അതിന് വേണ്ടി അവിടെ ഷഹീദാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ഭക്ഷണം വിതരണം ചെയ്യുമ്പം അത് നബി തങ്ങളെ പേരിലുള്ളതാണ്, അതിൽ ബർക്കത്തുണ്ടാവുമെന്ന് കണ്ടാൽ തിക്കും തിരക്കും അവൻ കൂട്ടും. സഹാബത്ത് റസൂലുള്ളാഹിന്റെ വളു കൊടുത്ത വെള്ളത്തിനിക്ക് തിക്കും തിരക്കും കൂട്ടിയതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫത്തിനിക്ക് തിക്കും തിരക്കും കൂട്ടിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ലഭിക്കാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടിയതുപോലെ ഇവിടെ നബി തങ്ങളുടെ പേരിലാണ് ഇതുള്ളത്, അതുകൊണ്ട് നിനക്ക് നബി തങ്ങളെ ബർക്കത്തുണ്ടാകും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ അവിടെ വെച്ച് ഷഹീദാവാൻ തന്നെ തയ്യാറാകും. അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് റസൂലുള്ളാഹിന്റെ ഖബറിടമോ അതുപോലെ റസൂലുള്ളാഹിന്റെ എന്തെങ്കിലും ആധാരമുള്ള സ്ഥലങ്ങളോ കണ്ടാൽ അതിനെ സംരക്ഷിക്കാൻ അവൻ്റെ സ്വന്തം നഫ്സിനേക്കാളും മാലിനേക്കാളും വലതിനേക്കാളും എല്ലാത്തിനേക്കാളും അവൻ മുന്നോട്ട് വരികയും ചെയ്യും. അതാണ് അവർക്കെല്ലാം മഹബ്ബത്തുണ്ട് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിനെയോ നബി തങ്ങളുടെ ഏതെങ്കിലും ഒരു ആസാറുകളെയോ മാറ്റിത്തിരുത്താൻ ആക്രമിക്കാൻ അക്രമികൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ അവർക്ക് ആവേശം വരും. കാരണം എന്താ, മനസ്സിന്റെ ഉള്ളിൽ അവർക്ക് റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്തുണ്ട്. പിന്നെ ആ ഒരു ആവേശാണ്ട് കഴിഞ്ഞാൽ അവരത് വീണ്ടും അശ്രദ്ധയിലേക്ക് അവർ വരികയും അവർക്ക് തൊട്ടത് മറിഞ്ഞ് ഉള്ളിലേക്കാണ്ട് വരികയും ചെയ്യും. പുറത്ത് പ്രത്യക്ഷപ്പെടുത്താൻ കഴിയൂല. എന്നാൽ മഹാന്മാർ പറയുന്നു, ഇങ്ങനെയുള്ള മഹബ്ബത്തുണ്ടെങ്കിലും ലാകിൻ യുഖാഫു അലൈഹി ബിസബബി ഗലബത്തിഹി ശഹവാത്ത് വതവാലിൽ ഗഫലാത്ത് മിൻ ദഹാബി അസ്രി തിൽക്കൽ മഹബ്ബ. ആ മഹബ്ബത്തിന്റെ അസ്ർ തന്നെ ചില സമയത്ത് കൂടുതൽ അനാവശ്യങ്ങളിലേക്കും കൂടുതൽ വിരോധിക്കപ്പെട്ട കാര്യങ്ങൾ കടക്കൽ കാരണമായിട്ടും ഷഹവാത്തിൽ മുഖംകുത്തി വീഴലും കാരണം ചിലപ്പോൾ അസ്ര് മഹബ്ബത്ത് തന്നെ പോവാൻ സാധ്യതയുണ്ട്. ഭയപ്പെടേണ്ടതാണ്, അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം, ആ സ്നേഹം ഹദീസ് നാം ഓതി. ആ അഹബ്ബായെങ്കിലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഹബ്ബായെങ്കിലേ ഒരാളെ മൂമിൻ ആവുള്ളൂ. ഖാലിയാന്ന് പറഞ്ഞത് പ്രകാരം അവനിക്ക് എല്ലാത്തിൻ്റെയും മീത റസൂലായി വരണം, അങ്ങനെയുള്ളൊരു വിശ്വാസം അവനിക്ക് വേണം, എന്നെങ്കിലേ അവൻ അസ്ര് മൂമിൻ തന്നെ ആവുള്ളൂ. മറ്റുള്ള മഹാന്മാർ പറഞ്ഞത് പ്രകാരം അവൻ പൂർണ്ണമായ മൂമിനാവണോ, അവൻ്റെ മനസ്സിൻ്റെ ചായ്വ് നബി തങ്ങളിലേക്കായി വരണം, എന്നാലും പൂർണ്ണ മൂമിനാവുള്ളൂ. രണ്ടർത്ഥം ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നബി തങ്ങളെ സ്നേഹിക്കണമെന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം വന്നിട്ടുണ്ട്. ഹദീസ് നമ്മൾ ഓതിപ്പോന്നു. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. നിങ്ങൾക്ക് അല്ലാഹുവിനേക്കാളും അല്ലാഹുവിൻ്റെ റസൂലിനേക്കാളും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ഇഷ്ടമുള്ളത് നിങ്ങളുടെ മറ്റുള്ള എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ശരിക്കും നിരീക്ഷിച്ച് കാത്തിരുന്നോളി. നിങ്ങൾക്ക് ശക്തമായ അദാബ് വരാൻ പോകുന്നുണ്ട്. മാത്രവുമല്ല, അങ്ങനെയുള്ള ആളുകൾ ഫാസിഖീങ്ങളാണ്, അവർ അല്ലാഹു ഹിദായത്താക്കൂല. കണ്ടോ, അള്ളാഹും റസൂലും റസൂലിൻ്റെ കൽപ്പനക്ക് അനുസരിക്കലും അഹബ്ബായി വന്നില്ലെങ്കിൽ ആയത്തിൻ്റെ അവസാനം സൂചിപ്പിക്കുന്നത് അവൻ ഫാസിഖാണ്. ഇമാം സഫീരി അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ സ്വഹാബത്ത്, താബീങ്ങൾ, താബീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം സ്നേഹിച്ചവരായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്, ഒരാൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ചോദിക്കണം എന്താ മത്തസ്സാ, എപ്പോഴാ ഖിയാമത്ത്, യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിന്റെ മറുപടി മാ അഅദത്ത ലഹാ, ഡേറ്റ് അറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്, നീ അതിന് തയ്യാറായിട്ടുണ്ടോ, എന്ത് തയ്യാറാക്കി, നീ അതിന് വേണ്ടി ഒരുങ്ങിയോ, എന്താണ് അതിനേക്ക് നീ തയ്യാറാക്കിയത്? ഫഖാല മാ അഅദത്തു ലഹാ മിൻ കസീരി സൗമിൻ വലാ സ്വലാത്തിൻ വലാ സ്വദഖ വലാകിൻ ഉഹിബ്ബുല്ലാഹ വറസൂലാ. ഞാൻ കുറേ നിസ്കാരം, കുറേ നോമ്പ്, കുറേ സ്വതക്ക, ഇതൊന്നും ഞാൻ അതിന് വേണ്ടി തയ്യാറാക്കി ഒരുക്കി വെച്ചിട്ടില്ല. എങ്കിലും ഞാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. അതൊരു വലിയ സമ്പത്തായി ഞാൻ കാണുന്നുണ്ട്. റസൂൽ പറഞ്ഞു അൻത മഅ മൻ അഹ്ബബ്ത. കണ്ടോ, ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, വഖായിലുൻ ഹൽ അമില വഖായിലുൻ ഹൽ അമില സാലിഹുൻ അഅദത്തഹു യദ്ഫഉ അൻകൽ ഖുറബ ഫഖുൽതു ഹസ്ബി ഖിദ്മത്തുൽ മുസ്തഫ വഹുബ്ബുഹു ഫൽ മർഉ മഅ മൻ അഹബ്ബ. പറയുന്ന ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു, ഇജെന്താ നിന്നെ തൊട്ട് നാളെ മഹ്ശറയുടെ കുറബുകളെ തൊട്ട് തടുക്കാൻ എന്താ തയ്യാറാക്കിയിട്ടുള്ളത് എന്ന് ആൾക്കാരിങ്ങനെ ചോദിക്കും. ഞാൻ പറയും, ഞാൻ ഒന്നും ആക്കിയിട്ടില്ല, പക്ഷേ മുസ്തഫ നബി തങ്ങൾക്കുള്ള ഖിദ്മത്ത് എനിക്ക് മതി, നബി തങ്ങളോടുള്ള സ്നേഹവും എനിക്കുണ്ട്, അത് ഞാൻ വേണ്ടതുപോലെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഫൽമറു മൻ അഹബ്ബ. ഹദീസിന്റെ അവസാനം കാണാം, വഇല്ലം യഅമൽ ബിഅമലിഹി. കണ്ടോ, അബ്ദുൽ തങ്ങൾ പറഞ്ഞ ബെയ്ത്താണത്. എന്താ തയ്യാറാക്കി, എന്ത് ചെയ്തു, അമൽ കാണില്ലല്ലോ എന്ന് ചോദിച്ചു. എനിക്ക് പറയാനുള്ള മറുപടി ഹസ്ബി ഖിദ്മത്തുൽ മുസ്തഫ വഹുബ്ബു. മുസ്തഫ നബി തങ്ങളോടുള്ള സ്നേഹവും അവരോടുള്ള ഖിദ്മത്തും എനിക്ക് മതി. കാരണം അൽ മർഉ മൻ അഹബ്ബ. ഇതാണ് നബി തങ്ങളോടുള്ള സ്നേഹം വളരെ അധികം മനസ്സിൽ ഊട്ടിയുറപ്പിച്ച് ബിനാജർ തങ്ങൾ പറഞ്ഞതുപോലെ അത് ചിന്തിച്ചുണ്ടാക്കിയെടുക്കണം. ബഹുമാനപ്പെട്ട സൗബാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തഖലി സ്വതന്ത്രനാക്കിയ ആളാണ്. നബി തങ്ങളെ മൗലയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ സ്നേഹിക്കുന്ന ആളാണ് സൗബാൻ റളിയല്ലാഹു അൻഹു. നബിന്റെ സ്വഹാബത്ത് മുഴുവനും അങ്ങനെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും കാണണമെന്ന ചിന്താഗതിക്കാരനുമായിരുന്നു. ഒരു ദിവസം സൗബാൻ റളിയല്ലാഹു നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നു. നിറം ആകെ മാറിയിട്ടുണ്ട്, ദുഃഖം അവരുടെ മുഖത്ത് കാണുന്നുമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാ ഗയ്യറ ലൗനക്, എന്താണ് സൗബാനെ നിന്റെ നിറമാകെ മാറിയിട്ടുള്ളത്, കളറ് മാറിയിട്ടുള്ളത്? ഫഖാല യാ റസൂലല്ലാഹ് മാ ബി മറളും വലാ വജുൻ, എനിക്ക് രോഗവുമില്ല വേദനയുമില്ല. വൈറ അന്നി ഇദാ ലം മറക അസ്തൗഹിസു വഹ്ശതൻ ശദീദ. പിന്നെ നബിയെ, ഞാൻ തങ്ങളെ കാണാതിരുന്നാൽ എനിക്ക് വല്ലാത്ത ദുഃഖവും ഒറ്റപ്പെടലും, എന്തോ ഒരു വഹ്ശത്ത്, ഒറ്റപ്പെട്ടിട്ടുള്ള കാട്ടിൻ്റെ ഉള്ളിൽപ്പെട്ടതുപോലെയുള്ള എന്തോ ഒരു പ്രശ്നം എനിക്ക് വരും. ഹത്താൽ കാക്ക, തങ്ങളെ ഞാൻ കാണുന്നവരേക്കും, ഞാൻ തങ്ങളെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ വരും, തങ്ങളെ കാണും. ഇതാണ് എൻ്റെ അവസ്ഥ. പക്ഷേ വന്നീതക്കർത്തു മൗത്തിയോ മൗത്തക്ക്, ഞാനും മരിക്കും തങ്ങളും മരിക്കും, അത് ഞാൻ ഓർത്തു. ഫഅറഫ്തു അന്നക ഇദാ ദഖൽതൽ ജന്ന റുഫിഅത മഅൻ നബിയ്യീൻ വഇൻ ദഖൽതുഹാ ലാ അറാക. എൻ്റെ ചിന്ത, ഞാൻ അറിഞ്ഞു, തങ്ങൾ സ്വർഗത്തിൽ കടക്കും, തങ്ങളെ അമ്പിയാക്കളോട് കൂടെ തങ്ങളെ ഉയർത്തപ്പെടും. ഉയർന്ന മർത്തബയിലാണ് തങ്ങളുള്ളത്. അത് ആളുകൾക്കും പ്രവേശനമുള്ള സ്ഥലമല്ല. അത്രയും ഉയർന്ന മർത്തബയിലേക്ക്, ഉയർന്ന സ്ഥാനത്തേക്ക്, സ്വർഗത്തിൻ്റെ ഏറ്റവും VIP അല്ല, അതിൻ്റെ അപ്പുറമുള്ള സ്ഥാനത്തേക്കാണ് തങ്ങൾ ഉയർത്തപ്പെടുക. വഇൻ ദഖൽതുഹാ ലാ അറാക, ഞാൻ സ്വർഗത്തിൽ കടന്നാൽ തന്നെ
ലാ അറാക്ക, തങ്ങളെ കാണൂല. ഇതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോഴാണ് അല്ലാഹു തആല ഇറക്കിയത് വമൻ യുതിഇല്ലാഹ വറസൂല فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا എന്നായത്തിറങ്ങുന്നത് അപ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു വരുത്തി ആയത്തോതി കൊടുത്തു. അവർക്ക് സന്തോഷമായി. നാം ഈ വിഷയത്തിലൊക്കെ സൗബാനെ വിളിച്ചു വരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ഓതിക്കൊടുത്തു. സൗബാന് സമാധാനമായി. അവിടെ ഷർത്തുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവും റസൂലിനും അനുസരിക്കണം, വഴിപ്പെടണം. നമ്മളെപ്പോലെയുള്ള സാധുക്കള് ആ വഴിപ്പെടലുണ്ടോ, മഹബത്ത് തന്നെ പൂർണ്ണമായുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് മഹബത്തില്ലെങ്കിൽ, പൂർണ്ണമായ മഹബത്തില്ലെങ്കിൽ ആ അനുസരിക്കലുണ്ടോ? ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ എത്രയാണ് ഓരോരുത്തരുടെ പക്കൽ നിന്നും വന്നു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്ന് എന്നെ ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ പിൽക്കാലത്ത് വരുന്നവരാണ്. അവരിൽപ്പെട്ട ആളുകൾ പലരും ആഗ്രഹിക്കും അവരെ മക്കളെയും കുടുംബത്തിനെയും എല്ലാവരെയും ഒഴിവാക്കി അവർ എന്നെ കണ്ടാൽ വേണ്ടില്ലായിരുന്നു എന്ന് ആഗ്രഹിക്കും. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ബഹുമാനപ്പെട്ട ഒരു മഹാൻ ഇമാം ഖുശൈരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം, അംർ ഇബ്നു ലൈസി എന്നവർ രാജാക്കന്മാരിൽപ്പെട്ട ഒരു മഹാരാജാവാണ് ഖുറാസാനിലെ. അദ്ദേഹം സ്വപ്നത്തിൽ അദ്ദേഹത്തെ കാണപ്പെട്ടു മരിച്ചതിൻ്റെ ശേഷം അപ്പൊ ചോദിച്ച ചോദ്യം, മാദാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു നിങ്ങൾ എന്ത് ചെയ്തു? ഫഖാല ഗഫറ ലീ, എനിക്ക് അല്ലാഹു പുറത്തു തന്നു. ഫഖീല ബിമാദാ, എന്തുകൊണ്ടാണ് അംർ ഇബ്നു ലൈസ നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നത്? قال سعدت ذروة جبل فأشرفت على جنودي فأعجبتني كثرتهم فتمنيت أني لو كنت حيا في حياة النبي صلى الله عليه وسلم وحضرت القتال معه ونشرته. ഞാൻ മലമ്മ കയറി താഴെ നോക്കുമ്പം എൻ്റെ പട്ടാളക്കാർ നിരന്ന് നിൽക്കുകയാണ്, ധാരാളമുണ്ട്, എല്ലാ സർവസന്നാഹങ്ങളോട് കൂടെ. ആ സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ നബിൻ്റെ കാലത്ത് ജീവിച്ചു, നബി തങ്ങളെ യുദ്ധത്തിൽ നബി തങ്ങളോട് കൂടി സഹായിച്ചാൽ എത്ര നന്നായിരുന്നു. അന്ന് ഞാൻ ഉണ്ടായില്ലല്ലോ എന്നുള്ളൊരു ഖേദം എൻ്റെ മനസ്സിൽ വന്നു, ദുഃഖം വന്നു, കരച്ചിൽ വന്നു. ആ ഒരു സംഭവമായും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തന്നു. അപ്പൊ ഇങ്ങനെയുള്ള ചിന്ത എപ്പോഴും എന്ത് അനുഗ്രഹങ്ങൾ ഉണ്ടാവുമ്പോഴും എനിക്ക് ഈ അനുഗ്രഹം നബിൻ്റെ കാലത്ത് ഉണ്ടാവുമായിരുന്നുവെങ്കിൽ അതുകൊണ്ട് ഞാൻ നബിനെ സഹായിക്കുമായിരുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത മനുഷ്യൻ്റെ മനസ്സിൽ കടന്നുകൂടണം. അങ്ങനെ കടന്നുകൂടുമ്പോഴാണ് അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചവനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അടുക്കലേക്ക് ഒരു സ്ത്രീ വന്നു. റസൂലുള്ളാഹി വഫാത്തായതിൻ്റെ ശേഷമാണ്. ആ സ്ത്രീ പറയാൻ, ഇക്സിഫി ഖബ്റ റസൂലില്ലാഹി, റസൂലുള്ളാഹിന്റെ ഖബർ എനിക്കൊന്ന് തുറന്നു തരണം. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ ഖബർ ഈ പെണ്ണ് സ്ത്രീക്ക് തുറന്നു കൊടുക്കുന്നു. ഖബർ കണ്ടപ്പോൾ ആ പെണ്ണ് കരഞ്ഞു എന്നല്ല, അവിടെ വെച്ച് മരണപ്പെട്ടു പോയി. കണ്ടില്ലേ? അങ്ങനെ കഅബ കണ്ടിട്ട് മരിച്ചവരുണ്ട്, പലരുമുണ്ട്. ഓരോരുത്തരും എന്തോന്ന് കഅബ കണ്ടപ്പോൾ മരിച്ച അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് ഞാൻ എത്തിയല്ലോ. ഹജ്ജിൻ്റെ ബാബിലൊക്കെ പറഞ്ഞ ചരിത്രങ്ങളുണ്ട്. ഇത് റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടു.
ബഹുമാനപ്പെട്ട ഇമാം സഫീരി അവരുടെ ഷർഹിൽ പറഞ്ഞ വിശേഷ ചരിത്രമാണിത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ മനുഷ്യര് ഇങ്ങോട്ടും അതുപോലെ തന്നെയായിരുന്നു, ധാരാളം സ്നേഹിക്കുന്നവരായിരുന്നു. ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി തങ്ങൾ ഔലാ ബിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്, മിൻ അൻഫുസിഹിം, അവരുടെ സ്വന്തം നഫ്സിനെക്കാളും. വളരെ ചിന്തിക്കേണ്ട ഒരു സംഭവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹദീസിനെ, ആയത്തിനെ ഹംല് ചെയ്തത് കാണണം. നാം വെക്കുന്ന അർത്ഥം അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനീങ്ങളെ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവരാണ്. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ബന്ധം നബി തങ്ങളോടായിരിക്കണം എന്നാണല്ലോ അതിൻ്റെ ഒരു തഫ്സീർ. എന്നാൽ റസൂലുള്ളാഹി ആ ഹദീസിനെ ഹംല് ചെയ്ത് നഫ്സിലേക്കുള്ള നോക്കുമ്പം മുഅ്മിനീങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്യാൻ ഏറ്റവും ബന്ധപ്പെട്ട നബിയാണ്, സ്വന്തം നഫ്സിനേക്കാൾ, അവരുടെ നഫ്സിനേക്കാൾ. ഓരോരുത്തരും അവരവരുടെ നഫ്സിനിക്ക് എന്ത് ചെയ്യുന്നു അതിലേറെ മനുഷ്യനിക്ക് ചെയ്തു കൊടുക്കാൻ കടപ്പാടുള്ളത് നബി തങ്ങളാണ്. നബി തങ്ങളെ ഓരോരോ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് മയ്യത്ത് കൊണ്ടുവരപ്പെടും. നബി തങ്ങൾ ആരായും, അദ്ദേഹത്തിന് കടമുണ്ടോ? കടമുണ്ട് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾ ചോദിക്കും, ഹൽ തറക ലിദൈനിഹി മിൻ ഖളാ, അയാൾക്ക് കടം വീട്ടാൻ വല്ല വകുപ്പുണ്ടോ? കടം വീട്ടാൻ വകുപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ പേരിൽ നിസ്കരിക്കും. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, സല്ലു അലാ സ്വഹിബിക്കും, അവൻ്റെ മേൽ നിങ്ങൾ നിസ്കരിച്ചോളി, ഞാൻ തോന്നുന്ന ഇജാബത്ത് കിട്ടണം. കടമുള്ളവൻ്റെ ഹക്ക് വിടാതെ അവനിക്ക് വേണ്ടി ദുആ സ്വീകരിക്കൂല, അവിടെ ഞാൻ ആ ദുആക്കില്ല, നിങ്ങൾ നിസ്കരിച്ചോളി. ഫലമ്മാ ഫതഹല്ലാഹു അലൈഹിൽ ഫുതുഹ, കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫതഹുകളെല്ലാം നൽകി. നബി തങ്ങൾ വലിയ പണക്കാരനായപ്പോൾ, മദീനത്തെത്തിയ ഉടനുണ്ടായ സംഭവമാണ് ഈ പറഞ്ഞത്. പിന്നീട് ഉഹദ് യുദ്ധത്തോട് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ധാരാളം പണം ലഭിച്ചിട്ടുണ്ട്, ധാരാളം തോട്ടങ്ങളും ഭൂമികളും ലഭിച്ചിട്ടുണ്ട്, പിരിവുകൾ ഉണ്ടായാൽ തുടങ്ങി. അങ്ങനെ ഉണ്ടായപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അനൗലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളെ കൊണ്ട് അവരെ നഫ്സിനേക്കാളും ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാനാണ്. അതുകൊണ്ട് ആരെങ്കിലും മരിച്ചു, അവൻ്റെ പേരിൽ കടമുണ്ടെങ്കിൽ ആ കടം മുഴുവനും ഞാൻ വീട്ടും. എനിക്ക് കടമുണ്ടോ അല്ലേ വിവരം തന്നാൽ മതി, ഞാൻ വീട്ടിക്കോളാം. വമൻ തറക മാലൻ ഫഹുവ ലിവറസതിഹി, പക്ഷെ ഞാനാണ് ഏറ്റവും ബന്ധപ്പെട്ടവന് എന്ന് പറഞ്ഞ് അവൻ്റെ മുതലിൽ ഞാൻ കൈയിട്ട് വാരുന്നില്ല, അത് അവൻ്റെ അനന്തരവാസികൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ഒരിച്ചെടുത്തോട്ടെ, അതെനിക്ക് വേണ്ട. പക്ഷേ മൂമിൻ്റെ നഫ്സിനെ അവനിക്ക് വാദിക്കുന്ന പ്രശ്നത്തെ തൊട്ട് രക്ഷപ്പെടുത്താൻ ഞാനാണ് ബന്ധപ്പെട്ടവൻ. അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീൻ, വേറെ റിവായത്തിൽ ആയത്തിനെ റസൂൽ ഓതിയിട്ടുണ്ട്. അങ്ങനെ ഹംല് ചെയ്ത് മുഅ്മിനീങ്ങൾക്കുള്ള കടങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റെടുത്ത് വീട്ടലായിരുന്നു പതിവ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾക്ക് സ്നേഹം വരാൻ പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഈ സ്നേഹമുള്ളവൻ്റെ അടയാളം, ഈ സ്നേഹം വരാനുള്ള അടയാളം മഹാന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിൻ്റെ ഒരു വിധി പറഞ്ഞു. ആ വിധി ഒരാൾ ചെയ്യുന്നതിൻ്റെ പേരിൽ അവനിക്ക് ജനങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വെറുപ്പ് വരും.
അല്ലെങ്കിൽ അത് ചെയ്യാൻ ജനങ്ങളെ വെറുപ്പിക്കേണ്ടി വരും. ജനങ്ങൾ അതൊന്നും താല്പര്യമുള്ളവരല്ല. എന്നാൽ ആ ജനങ്ങളുടെ താല്പര്യം പരിഗണിച്ചുകൊണ്ട് ആ സുന്നത്തിനെ ഒഴിവാക്കാൻ പാടില്ല. അത് ഒഴിവാക്കൽ അല്ലാഹു റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ കുറവാണ്. മഹാന്മാർ പറയാണ്, മിൻഹാ ഇസ്ഖാത്തുൽ ഇബാദി ഫീ റിളാഹു വറിളൽ ഹഖ് സുബ്ഹാനഹു വതആല ബിഅൻ യഫ്അല ശൈഅൻ യർളല്ലാഹു റസൂലുഹു വഇൻ കാന ഫീഹി ഇസ്ഖാത്തുൽ ഇബാദ്. മനുഷ്യരെ ദേഷ്യം പിടിപ്പിക്കലുണ്ടെങ്കിലും അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമുള്ള ഒരു കാര്യം, ആ കാര്യം ചെയ്യാൻ അവൻ ചെയ്തു കൊള്ളണം. മനുഷ്യന്മാർ ദേഷ്യം പിടിക്കുകയാണെങ്കിൽ ദേഷ്യം പിടിക്കട്ടെ. അള്ളാഹ്ക്ക് റസൂലോട് എന്താ താല്പര്യം, അതാണ് മുന്തിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത് അത് പറ്റൂല, കാലത്ത് ഇങ്ങനെ പറ്റൂല, അതൊക്കെ പണ്ടായിരുന്നു എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. ശരീഅത്തിന്റെ നിയമം പറന്ന് പോകുന്ന നോക്കിയാൽ പറ്റൂല. ഒരു കല്യാണം നടത്തുമ്പോൾ സ്റ്റേജിൽ ആണും പെണ്ണും പുതിയ ആപ്പിളും പുതിയണ്ണും സ്റ്റേജിൽ കല്യാണം തുടങ്ങിയോട് മുതൽ തീരുന്നത് വരെ ഏത് അണ്ടൻ്റെ അടങ്കോളിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക, മാത്രമല്ല സെൽഫിക്കാണ് നിന്ന് കൊടുക്കുക. അത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നീ കെട്ടിയ പെണ്ണിനോടുമായി നീ സല്ലപിക്കേണ്ടത് സ്റ്റേജിലല്ല, അത് നിന്റെ അറയിലാണ് എന്ന് പറഞ്ഞാൽ ഓനോട് പറഞ്ഞാൽ പറയും അത് ഒഴിവാക്കാൻ പറ്റൂല, എൻ്റെ ചങ്ങായിമാർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ പറ്റൂല, ഗസ്റ്റുകൾ കാണാൻ ഞാൻ പറ്റൂല. രക്ഷിതാവ് എത്ര 5 വക്ത് പള്ളിയിൽ പോകണവനോട് വിളിച്ച് പറഞ്ഞാൽ ഓൻ പറയും അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം ചെക്കന്മാർക്ക് പലതും ചെയ്യാണ്ടൊക്കെ ചെയ്തോട്ടെ. അത് റസൂലുള്ളാഹിന്റെ മഹബത്തിൻ്റെ എതിരാണ്. ആർക്ക് പറ്റിയാലും അവിടെ മുഖം നോക്കേണ്ടതില്ല. പരിശുദ്ധ ഇസ്ലാം എന്താണോ പറഞ്ഞത് അതിനേക്കാർക്കണം താല്പര്യം. ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ അവിടെ ഒരു മതസൗഹാർദ്ദവും നഷ്ടപ്പെടൂല. അതുപോലെ പഴയ കാലത്ത് നാം ചെയ്തിരുന്ന ഒരു കാര്യമാണ്, ആ മുസ്ലിമീങ്ങൾ അവരെന്തെങ്കിലും അവരുടെ ആഘോഷങ്ങൾ ചെയ്യുമ്പോൾ അതിന് നാം തടസ്സം നിൽക്കൂല. നാം അതിലേക്ക് അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമാണോ നാം അത് സഹകരിച്ചു കൊടുക്കും, അവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കും. പക്ഷെ ഇന്നെന്താ, അവരുടെ ആഘോഷങ്ങളിൽ അവരുടെ ആഘോഷം പോലെ അവർ അതിനേക്കുള്ള ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും പൂക്കളും മാലകളും എല്ലാം കൊണ്ടുവന്ന്, കേക്കും കുരിശും എല്ലാം കൊണ്ടുവന്ന് ഈ നേതാക്കന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. കാലം അതാണ്, ചെയ്തേ പറ്റൂ. അതിന് വെറുക്കണോല് വെറുത്തോടെങ്ങനെ വെറുക്കുക. ഒരു മതസ്ഥൻ അവൻ്റെ മതം ആചാരം ചെയ്യണതിനൊപ്പിച്ച് എന്തിനാ മറ്റുള്ളവരായി ചെയ്യണേ? ഇവർ വേറെ മതത്തിൻ്റെ ആളുകളല്ലേ, അവർ ചെയ്യുന്നത് തടയാതിരുന്നാൽ പോലെ, അതിനെ എതിർക്കാഞ്ഞാൽ പോലെ, അവരുടെ മതം അനുസരിച്ച് നീങ്ങിക്കോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ എന്നല്ലാതെ നിങ്ങളതൊക്കെ എനിക്കും വേണം, എൻ്റെ ഒക്കെ നിങ്ങൾക്കും വേണം. അങ്ങനെ ഒരു ഇടകലർന്ന ജീവിതം. മുസ്ലിമും അല്ല, കാഫിറും അല്ല, ക്രിസ്ത്യാനിയും അല്ല, ഹിന്ദു അല്ല, ഒന്നുമല്ല, ഇപ്പം എല്ലുമാണ്. ഓരോരുത്തരെ ആഘോഷം വരുമ്പോഴും അതാകുക. അത് അള്ളാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്തലല്ല. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തൃപ്തിയിൽ ആറ് പേർക്കണോര് പേർത്തോട്ടെ. ആദ്യം പറയാം, ഞാൻ മുസ്ലിമാണ്, എൻ്റെ അടുക്കലേക്ക് നിങ്ങളുടെ ആഘോഷത്തിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന് ഓണപ്പുടവ ധരിച്ച്, അതിനേക്കുള്ള തൊപ്പി ധരിച്ച്, അതിനേക്കുള്ള പള്ള പുറത്ത് അടിച്ച്, എന്നിട്ട് അതിനേക്കുള്ള ഷാലണിഞ്ഞ് ആ കോലത്തിൽ നടന്നു അവരുടെ ഭക്ഷണം കഴിച്ച് അതേ ആഘോഷം ഇവൻ ആഘോഷിക്കുക. ഇവൻ ക്രിസ്തുമസ് ആലോചിക്കുക, ഇവൻ ഓണം ആഘോഷിക്കുക, എന്തെല്ലാം ആഘോഷങ്ങളുണ്ടോ അത് മുഴുവൻ പൂജ. ആദ്യമായി അമ്പലത്തിൽ പൂജ ചെയ്യുമ്പോൾ അതിന് കുമ്പം പോവുക പൂജ ചെയ്യാൻ. അതെല്ലാം പരിശുദ്ധ ഇസ്ലാമല്ല. ഒരു മതസ്ഥരോ ചെയ്യണമെന്ന് പറയൂല്ലല്ലോ. ഇവർ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ് നടക്കുന്നൊപ്പിച്ച് അവരെ വിളിച്ച് അവർ വരുമോ? വെള്ളിയാഴ്ച പള്ളിയിൽ ജുമ നടക്കുമ്പോൾ നിങ്ങൾ വരും, ജുമ നിസ്കരിക്കാൻ വേണ്ടി വരും എന്ന് പറഞ്ഞവർ വരുമോ? ഇവർക്ക് ഇഷ്ടം, ഞാൻ പോയ സന്തോഷം, ഞാൻ പോയി നിസ്കരിക്കട്ടെ എന്ന് പറയുമോ? നമ്മളത് ക്ഷണിക്കുമോ? ഓരോരുത്തരെയും മതത്തിൻ്റെ കർമ്മങ്ങൾ അവരവർ ചെയ്യുക എന്നല്ലാതെ മറ്റുള്ളവരെ തൃപ്തിയാക്കാൻ വേണ്ടി അവരുടെ കർമ്മങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ ഒഴിവാക്കുകയോ ചെയ്യുക, അത് റസൂലുള്ളാഹിനോടുള്ള മഹബത്തിൻ്റെ അടയാളമല്ല. അതുപോലെ റസൂലുള്ളാഹിന്റെ മഹബത്തുണ്ടാവാൻ മഹബത്തിൻ്റെ അടയാളമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളമായി പറയുക,
ധാരാളമായി സ്വലാത്ത് ഇല്ല, നബി തങ്ങളെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുക, നബി തങ്ങളെ മദ്ഹുകൾ ധാരാളമായി പറയുകയും അതിൻ്റെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യലും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന അതിയായ മോഹം, ദുനിയാവിലോ ആഖിറത്തിലോ വെച്ചിട്ടൊരു സ്വപ്നത്തിലെങ്കിലും കാണണമെന്നുള്ള അതിയായ മോഹം, അത് മഹബത്തിൻ്റെ അടയാളമാണ്. ബഹുമാനപ്പെട്ട അശരിയാക്കൾ അബൂ മൂസൽ അശരിയും സംഘവും മദീനയിലേക്ക് വരുന്നതിൻ്റെ മുമ്പ്, എത്തുന്നതിൻ്റെ മുമ്പ് അവർ പുറപ്പെട്ടു, യമനിൽ നിന്ന് പുറപ്പെട്ടു, വഴിയിൽ അബ്സീനിയയിൽ ഇറങ്ങി, എന്നിട്ട് ഹിജ്റ പോയവരെയും കൂട്ടിയാണല്ലോ വരുന്ന വലിയ സംഭവമാണ് ആ സംഭവം. അങ്ങനെ എല്ലാവരും കൂടി പെരുമെന്താ പറയല്, നാളെ മുഹമ്മദ് നബിയെയും മുഹമ്മദ് നബിൻ്റെ അസ്ഹാബിനെയും നമുക്ക് കാണാം, അവരാണ് നമ്മളെ അഹിബത്ത്. അങ്ങനെ പറഞ്ഞ ഓർത്ത് അവർ പറയാ, നാളെ മുഹമ്മദ് നബി തങ്ങളെ നമുക്ക് കാണാം, മുഹമ്മദ് നബിയുടെ സ്വഹാബത്തിനെ നമുക്ക് കാണാം എന്നവരങ്ങനെ പറയുമായിരുന്നു. തഅലീം, അതാണ് നബി തങ്ങളെ കാണണമെന്നുള്ള ആഗ്രഹം. അതൊരാൾക്കറിയാം. ഒരാൾ കല്യാണം കഴിച്ചു, കൂടുതൽ ദിവസമായിട്ടില്ല, ഭാര്യനോടും കുടുംബത്തോടും വലിയ സ്നേഹമാണെങ്കിൽ ഓന് ഗൾഫിലൊക്കെയുള്ള ആളുകൾ അങ്ങോട്ട് പോകുന്ന ഡേറ്റ് ടിക്കറ്റ് അവർ ദിവസം എണ്ണിക്കൊണ്ടിരിക്കും. ആ ഒരു എണ്ണൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുന്ന സമയത്ത് വല്ലാത്തൊരു ആദരവ്, നബി തങ്ങളെ പേര് കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. മഹാന്മാർ പറയുന്നു, മുഹമ്മദ് എന്ന് പേരുള്ളവരെ കണ്ടാൽ പോലും എഴുന്നേറ്റിക്കും മഹാന്മാർ. അത് മനസ്സ് അങ്ങനെയാണ്. ഓൻ ഈ കണ്ട മുഹമ്മദ് അല്ല ഓൻ്റെ മനസ്സിലുള്ളത്. ഓൻ്റെ മനസ്സിലുള്ള ഈ പേര് ഇടുമ്പോൾ അവൻ്റെ പിതാവ്, അവൻ്റെ ഉമ്മ ഏതൊരു മുഹമ്മദിൻ്റെ മനസ്സാണോ, ഏതൊരു മുഹമ്മദിനെ കണ്ടിട്ടാണോ പേരിട്ടെങ്കിൽ, ആരുടെ പേരാണോ ഇട്ടതെങ്കിൽ ആ പേരിൻ്റെ യഥാർത്ഥ പേരാളിലേക്ക് ഇവൻ്റെ മനസ്സ് പോവണം. അതിൻ്റെ പേരിൽ എഴുന്നേറ്റ് നിൽക്കണം, അതിൻ്റെ പേരിൽ ആദരിക്കണം. എത്രയോ മഹാന്മാർ സാധാരണ ഏതെങ്കിലും ഒരു മുഹമ്മദിൻ്റെ പേര് പറഞ്ഞാൽ അവിടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്തിനാ പറഞ്ഞേ? ഈ മുഹമ്മദിൻ്റെ പേരിനല്ല, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിന്റെ പേരോർത്തതിൻ്റെ പേരിൽ. അങ്ങനെ തഅലീമുണ്ടായിത്തീരണം. നബി തങ്ങൾ ആലിനെ സ്നേഹിക്കണം, അസ്ഹാബിനെ സ്നേഹിക്കണം, കുടുംബത്തെ സ്നേഹിക്കണം. നബി തങ്ങൾ സ്നേഹിച്ചത് ഏതുണ്ടോ അത് മുഴുവനും സ്നേഹിക്കണം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ദിവസം പറയാണ്, റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅകുലു ദീക വയുഹിബ്ബുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോഴി കഴിക്കുന്നത് ഞാൻ കണ്ടു, ചിക്കൻ കഴിക്കുന്നത് ഞാൻ കണ്ടു. നബി തങ്ങൾ അത് വളരെ കോഴിനെ ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. നബി തങ്ങൾ കോഴിനെ വളർത്തിയിരുന്നു. റസൂലുള്ളാഹി പറയുമായിരുന്നു, ഇന്ന ദീകൽ അബിയദ ഫിൽ ബൈത്തി ബറക, വെള്ളക്കോഴി റസൂൽ വീട്ടിലേക്ക് ബർക്കത്താണ്. റസൂലുള്ളാഹിനെ കണ്ടാൽ ഓടി വരുന്ന കോഴി റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. ഷമായിലുൽ മുഹമ്മദിയയിലും തുർമുദി ഇമാമിൻ്റെ ഷമായിലും അതിനെ സംബന്ധിച്ച് ധാരാളം ഹദീസുകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചിക്കൻ കഴിച്ചതിനെ പറ്റി പറയുന്ന ഹദീസുകൾ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങൾ ചിക്കൻ കഴിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നബി തങ്ങൾക്ക് അത് വലിയ ഇഷ്ടവുമായിരുന്നു. വയുഹിബ്ബുഹു, കാരണം റസൂലുള്ളാഹി തങ്ങൾ ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും നബി തങ്ങൾ അതൊരു ആഗ്രഹത്തോടു കൂടെ അത് ഇഷ്ടമുള്ളതുപോലെയാണ് കഴിക്കല്. നബിൻ്റെ സ്വഭാവമാണത്. ചിക്കൻ ധാരാളം നബി തങ്ങൾ കഴിക്കുന്നത് വളരെ ഇഷ്ടമായി സ്നേഹിക്കുന്നതായിട്ടും ഞാൻ കണ്ടു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമാസിൽ തുഹിബ്ബുഹു ലിമഹബ്ബത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹി തങ്ങൾ കോഴിയെ സ്നേഹിച്ചത് കൊണ്ട് എനിക്കും കോഴിയെ സ്നേഹമാണ്. അതുപോലെ റസൂലുള്ളാഹി തങ്ങൾക്ക് ചെരങ്ങ ഒരു ദിവസം ചെരങ്ങട്ട് ഇറച്ചിൻ്റെ കറി കൊടുത്തപ്പോൾ അതിൽ നിന്ന് ചെരങ്ങ റസൂലുള്ളാഹി തങ്ങൾ പൊറുക്കിയെടുത്ത് കഴിക്കുന്നത് കണ്ട സ്വഹാബി പറഞ്ഞു, എനിക്ക് അന്ന് മുതൽ ചെരങ്ങയോട് ഇഷ്ടമാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തിഷ്ടമാണോ അതെല്ലാം ഇഷ്ടമാവണം. അതിൽപ്പെട്ട ഏറ്റവും റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട ഒന്നാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനെ ധാരാളമായി ഇഷ്ടപ്പെടുകയും അത് ധാരാളമായി പാരായണം ചെയ്യലും നബി തങ്ങളോടുള്ള മഹബത്തിൻ്റെ ബാക്കിയാണ്. അല്ലാഹു തആല ധാരാളം ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാണ്ട്. അല്ലാഹു തആല നമുക്ക് നബി തങ്ങളുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ.